ട്രംപ് യുദ്ധത്തിന് എതിരാണെന്ന് പറഞ്ഞു. യുദ്ധത്തിനെതിരാണെന്ന് പറയുകയും ചെയ്തു. 2000 പൗണ്ട് ബോംബ്, ഈ ബോംബുകൾ ഇസ്രായേലിന് കൊടുക്കുകയും ചെയ്തു. എന്തിനു കൊടുത്തു? ഇദ്ദേഹം യുദ്ധത്തിനെതിരാണല്ല. ഇത് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു, ബൈഡൻ ഇതിന്റെ കാശ് അഡ്വാൻസ് ആയിട്ട് മേടിച്ചിരുന്നു. കാശ് വാങ്ങിച്ച സ്ഥിതിക്ക് സാധനം കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ കൊടുത്തു. കാശ് വാങ്ങിച്ചിട്ട് പിന്നെ സാധനം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല, ന്യായമാണ്. ഒരു ബിസിനസ്സിൽ പൈസ വാങ്ങിച്ചാൽ സാധനം കൊടുക്കണം. അപ്പോൾ ബൈഡൻ കൊടുക്കാതിരുന്നത് എന്താ? കാശ് വാങ്ങിച്ചിട്ട് ബൈഡൻ പറഞ്ഞു, ഇത് നിങ്ങൾ ഗാസയിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് സാധാരണ ജനങ്ങൾ മരിച്ചു പോകും, അതുകൊണ്ട് തരില്ല. ഇത് കാശ് വാങ്ങുമ്പോൾ ബൈഡന് അറിഞ്ഞുകൂടായിരുന്നോ ഇത് ഹമാസിന്റെ തലയിലിടാനാണെന്ന്? പിന്നെ എന്തിനാ കാശ് വാങ്ങിയത്? ഇത് ബൈഡൻ കളിച്ച കളി, ട്രംപ് കളിച്ച കളി. നോക്കും, യുദ്ധത്തിനെതിരാണെങ്കിൽ ട്രംപിന് ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ കാശ് വാങ്ങിച്ചു, ശരി, ആ കാശ് തിരിച്ചു പിടിച്ചേ, ബോംബ് തനിക്ക് തരുന്നില്ല, അങ്ങനെയും ചെയ്യാമല്ലോ. ബിസിനസ്സിൽ ഓണസ്റ്റ് ആയിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പൈസ തന്നു, ഈ ബോംബ് നിങ്ങൾക്ക് തന്നാൽ ശരിയാവില്ല, കാശ് തിരിച്ചു പിടിച്ചോ, ഇങ്ങനെയും ആ ഡീൽ ക്ലോസ് ചെയ്യാം. ചെയ്തില്ല ട്രംപ്, ആയുധം കൊടുത്തു. കൊടുത്ത സ്ഥിതിക്ക് അദ്ദേഹം ഇസ്രായേലിൻ്റെ കൂടെയാണെന്നുള്ളത് ഉറപ്പാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച തികഞ്ഞില്ല, $1.2 ബില്യൺ സൈനിക സഹായം ഇസ്രായേലിന് പ്രഖ്യാപിച്ചു. അത് ചോദിച്ചപ്പോൾ ട്രംപ് പറയുന്നത്, അല്ല, അത് ഓരോ വർഷവും ഞങ്ങൾ കൊടുക്കാറുള്ളതാണ്. ഈ യുദ്ധത്തിനെതിരായ ആള് ഇസ്രായേലിന് വാരിക്കോരി കൊടുക്കുന്നത് എന്തിനാ? ഈ $1.2 ബില്യൺ 1000 പൗണ്ട്സ് ബോംബുണ്ട്. 1000 പൗണ്ട് ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ കത്തിക്കരിഞ്ഞ് പോകുന്ന സാധനമാണ്. അത് കൂടാതെ ആർമേഡ് ബുൾഡോസർ, അതായത് ഗാസ വൃത്തിയാക്കാനുള്ള ബുൾഡോസറുകൾ,